ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലത്തിലെ 4-ാമത്തെ ശനിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ആരാണ് എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങളും തർക്കങ്ങളും, പിന്നീട് അവനെ ബന്ധിക്കാനായി ശ്രമിക്കുന്ന സേവകർ അവനെ ബന്ധിക്കാതെ തിരിച്ച് ചെല്ലുമ്പോൾ പുരോഹിത പ്രമുഖർ അവരോട് ചോദിക്കുന്ന ചോദ്യവുമൊക്കെയാണ് നമ്മൾ കാണുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ ബന്ധിക്കാതിരുന്നത്? അതിന് ആ സേവകർ നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് യേശുവിൻ്റെ സംസാരത്തിലെ പ്രത്യേകത? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരങ്ങളിൽ നിന്ന് യേശുവിൻ്റെ സംസാരത്തെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്താണ്? നമ്മളൊന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും, യേശുവിൻ്റെ സംസാരങ്ങൾ എന്നത് നിത്യജീവൻ്റെ വചനങ്ങളാണ്. അത് വെറും വാക്കുകൾ മാത്രമല്ല, നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന രക്ഷയുടെ വചനങ്ങൾ അവൻ സംസാരിച്ചിരുന്നു എന്നത് തന്നെയാണ്. കരുണയുടെയും അനുകമ്പയുടെയും വചനത്താൽ അവൻ അശരണർക്കും പാപികൾക്കും ആശ്രയമായിരുന്നത് കൊണ്ടും, നീതിയുടെയും ധർമ്മത്തിൻ്റെയും വചനങ്ങൾ കൊണ്ട് അവൻ തിന്മ പ്രവർത്തിച്ചിരുന്നവരെ, അധർമ്മികളെ ഒക്കെ നേരിട്ടതുകൊണ്ടും, യഥാർത്ഥ രക്ഷയിലേക്കുള്ള വഴി സധീരം അവൻ ജനങ്ങളോട് പ്രസംഗിച്ചതുകൊണ്ടുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവൻ്റെ വചനങ്ങൾ, അവൻ്റെ വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവ ജീവൻ നൽകുന്ന വചനങ്ങളായിരുന്നു. എന്താണ് അവൻ്റെ വചനത്തിൻ്റെ ശക്തി? ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, എന്നെ അനുഗമിക്കുക എന്ന വാക്ക് കേട്ടിട്ട് തങ്ങളുടെ വഞ്ചിയും വലയും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആസന്ന മരണനായ തൻ്റെ മകനെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ യേശുവിൻ്റെ അരികെ എത്തുന്ന രാജസേവകനോട് അവൻ പറയുന്നുണ്ട്, നീ ധൈര്യമായി തിരിച്ചു പോവുക, നിന്റെ മകൻ ജീവിക്കും. വചനം പറയുന്നുണ്ട്, ആ വാക്ക് വിശ്വസിച്ച് അവൻ പോയി, അവൻ്റെ മകൻ സുഖം പ്രാപിച്ചു. സൗഖ്യം നൽകുന്ന വചനം അത് യേശുവിൻ്റെ വചനമാണ്. സിനഗോഗ് അധികാരിയുടെ മകൾ മരിക്കുമ്പോൾ അവനോട് പറയുന്നുണ്ട്, വിശ്വസിക്കുക, നിന്റെ മകൾ ജീവിക്കും. തലീത്താക്കും എന്ന വാക്കുകൊണ്ട് ആ മകളുടെ ജീവിതത്തിലേക്ക് യേശു കൈപിടിച്ചുയർത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവിടെയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അവൻ്റെ വചനങ്ങൾ ജീവൻ നൽകുന്ന വചനങ്ങളാണ്. അവൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയുന്ന പിശാചികൾ പോലും പലപ്പോഴും ഭയന്ന് വിട്ടകന്നു പോകുന്നതും സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ നമുക്കും മനസ്സിലാകും, അത് ജീവൻ നൽകുന്ന വചനമാണ്, രക്ഷ നൽകുന്ന വചനമാണ്. ആ വചനങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും. വചനങ്ങൾ കേൾക്കാൻ മാത്രമുള്ളതല്ല, വചനങ്ങൾ സംസാരങ്ങളാക്കി മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറേണ്ടവരും കൂടിയാണ് നമ്മളെന്നത് എപ്പോഴും ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കാനും അവൻ്റെ വചനങ്ങൾ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ അധരങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുവാനും ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും, അവർ നിന്റെ അടുക്കലേക്ക് വരും. അപ്പോൾ നമുക്കും ഓർക്കാം, ഈ നോൻപ് കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നത് അവൻ്റെ നാവ് പോലെ വചനത്താൽ നിറയുന്ന നാവുകളായി, വിലകെട്ടവ പറയാതെ നല്ല വചനങ്ങൾ സംസാരിക്കുന്ന ദൈവമക്കളായി തീരുവാനുള്ള വിളി നമുക്ക് യഥാർത്ഥത്തിലേക്ക് സ്വീകരിക്കാം. ഈ നോമ്പ് കാലഘട്ടം നല്ല വചനങ്ങൾ സംസാരിക്കുവാനും മറ്റുള്ളവരുടെ മുറിവുണക്കുവാനും ആശ്വാസം പകരുവാനും നമ്മുടെ നല്ല വാക്കുകളിലൂടെ പ്രത്യാശ കൊടുക്കുന്നവരുമായി തീരുവാൻ നമ്മളെ സഹായിക്കട്ടെ. അതിനുള്ള കൃപ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.